ബഹുജന റാലിയാക്കും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഈ ആപ്പിൻ്റെ വിഷയത്തിൽ രാഹുൽ ഗാന്ധി നേരിട്ടൊരു പ്രതികരണം നടത്തിയില്ല എന്ന് പറയുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി കേജ്രിവാളിനെ വിളിച്ചതായിട്ടുള്ള വാർത്തകളുണ്ടായിരുന്നു, നിയമസഹായം നൽകുന്നു എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. അതുകൂടാതെ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ പ്രതികരിച്ചു. മാത്രമല്ല പ്രതിപക്ഷ നേതാക്കൾ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോയി കാണുകയുണ്ടായി. നിയമപരമായ സാധ്യതകളും തേടുകയാണ്, കോടതിയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം അവർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ രൂപത്തിൽ മാത്രമല്ല ഇനി ഏതൊക്കെ നേതാക്കളിലേക്ക് വരുന്നു എന്നൊരു ആശങ്ക സ്വാഭാവികമായും പ്രതിപക്ഷത്തിനുണ്ട്. അതിനുള്ള സൂചനകൾ ഇതിനകം തന്നെ BJP നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എത്രത്തോളം സംസ്ഥാനങ്ങളിലേക്ക് ആപ്പ് വളർന്നു, ആ വളർച്ച മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ വളരെ വേഗത്തിൽ രൂപീകരിക്കപ്പെട്ട ശേഷം വളരെ വേഗത്തിൽ വളർച്ച പ്രാപിച്ച ഒരു പാർട്ടിയാണ്. അതൊരു സംസ്ഥാനത്തിൽ ഒതുങ്ങി നിന്നിട്ടില്ല, ഗോവയിലേക്കും പഞ്ചാബിലേക്കും അതുകൂടാതെ BJPയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലേക്കും എത്തി എന്നുള്ളത് ഗുജറാത്ത് ഒരു BJP ഒരു ത്രട്ടായി തന്നെ കാണുകയാണ്. ഈ സംസ്ഥാനങ്ങളിലൊക്കെയായി 160 MLA-മാരാണ് എന്നുള്ളത് ചെറിയ കണക്കല്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, ശക്തമായ പ്രതിപക്ഷ പാർട്ടികൾ എന്നുള്ളത് ഏക സംസ്ഥാനങ്ങളിൽ ഒതുങ്ങുന്ന പാർട്ടികളായിരിക്കാം. തൃണമൂൽ പോലുള്ള പാർട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ആ രൂപത്തിൽ വളർന്നിട്ടില്ല എന്നുള്ളതും നേരെ ആപ്പിലേക്ക് തിരിയുന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നോക്കൂ, കേജ്രിവാൾ മാത്രമല്ല, ഇപ്പോൾ ഭഗവത് മാനിലേക്കും പോകാൻ പോകുന്നു. പഞ്ചാബ് സർക്കാരും മദ്യനയം കൂടി പരിശോധിക്കേണ്ടതുണ്ടെന്ന പരാതി ഇപ്പോൾ ED-യിലേക്ക് പോവുകയാണ് അവിടുത്തെ BJP നേതാക്കളുടെ ഭാഗത്തുനിന്ന്. മാത്രമല്ല കൂടുതൽ പ്രതിപക്ഷ നേതാക്കളിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോകുമെന്നുള്ള സൂചനകളുണ്ട്. ഇപ്പോൾ CBI മഹുവ മൊയ്ത്രയെ വേട്ടയാടുന്നു എന്നുള്ള കാര്യം അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർ പരാതി നൽകിയിരിക്കുകയാണ്. ആ രൂപത്തിൽ ഓരോരോ നേതാക്കളിലേക്ക് എത്തുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നു. ഇത് നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ജനങ്ങളുടെ കയ്യിലാണ് ഇതിലുള്ളത്. പണം കൊണ്ട് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങാൻ ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിക്കില്ല. ആ രൂപത്തിൽ വരിഞ്ഞു മുറുക്കുന്ന ഒരു സാഹചര്യം പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷമായ കോൺഗ്രസിനെ സംബന്ധിച്ചൊക്കെയുണ്ട്. അപ്പോൾ ജനം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരിക, ഓരോ കാര്യം സസൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് മുന്നിലേക്ക് വയ്ക്കാനുള്ള ഒരു കാര്യം. ഇതിൽ തന്നെ നമ്മൾ ഇവിടെ പറയുന്നത് പോലെയല്ല, അങ്ങ് ഡൽഹിയിൽ ഉള്ള ഹിന്ദി മാധ്യമങ്ങളും ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ എങ്ങനെയാണ് വാർത്തയെ ട്വിസ്റ്റ് ചെയ്യുന്നതെന്നും ഏതൊക്കെ വാർത്തകളിലേക്ക് കേന്ദ്രീകരിക്കുന്നു, ഏതൊക്കെ വാർത്തകൾ തമസ്കരിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ്. എത്രത്തോളം ജനങ്ങളിലേക്ക് അത് എത്തുന്നു എന്നറിയില്ല. പ്രതിപക്ഷം ആ രൂപത്തിൽ ജനങ്ങളിലേക്ക് ആ കാര്യങ്ങൾ എത്തിക്കേണ്ടതുണ്ട് എന്നതും പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുകയാണ്. കേജ്രിവാളിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ജയിലിൽ നിന്ന് ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ, ജയിലിൽ ഇപ്പോൾ കിടക്കുന്നത് തന്നെ അവിടെ കൊണ്ട് കിടത്തിയതാണ്, താൻ തെറ്റ് ചെയ്തിട്ടല്ല എന്നുള്ളത് തന്നെയാണല്ലോ കേജ്രിവാൾ പറയുന്നത്. ആപ്പിനെ സംബന്ധിച്ചും ആ ന്യായമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. ജനങ്ങളുടെ പാർട്ടി എന്ന രൂപത്തിൽ അവർ ആ സർക്കാർ തന്നെ ആ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായി കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് ആ പാർട്ടി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ജലബോർഡുമായി ബന്ധപ്പെട്ട് വേനൽക്കാലത്ത് ജനത്തിന് വെള്ളം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, ഉത്തരവാണ് ഇപ്പോൾ ജയിലിൽ നിന്ന് കേജ്രിവാൾ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ ജയിലിൽ നിന്ന് ഭരിക്കുമെന്ന് ആപ്പ് പറയുന്നു. നിയമപരമായി അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് ചില നിയമവിദഗ്ധരെങ്കിലും പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവിടേക്ക് എത്രത്തോളം സന്ദർശകരെ അനുവദിക്കും, അങ്ങനെ 2 സന്ദർശകർ മാത്രം എന്ന രൂപത്തിൽ ആഴ്ചയിൽ 2 തവണ മാത്രം സന്ദർശകർക്ക് വരാം എന്നൊക്കെയുള്ള തീരുമാനം വരുമ്പോൾ എങ്ങനെ ഭരിക്കാനാകും എന്നുള്ളൊക്കെയുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടാണ്. അതേസമയം അതിനുള്ള സാധ്യതകൾ ആപ്പ് തേടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ നേരത്തെ 2 നേതാക്കളെ, ആപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ, മന്ത്രിമാരെ തന്നെ ജയിലിലിട്ടിരിക്കുന്നു. കേജ്രിവാളിന് ഉടനെ പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുകൂടി നിയമവിദഗ്ധർ പറയുന്നുണ്ട്. പക്ഷേ ഈ സാഹചര്യം ജനം മുന്നിൽ കാണുന്നുണ്ട്. പ്രതിപക്ഷം തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ, പുതിയ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ജനം എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകം. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ, ഒരു പ്രതിപക്ഷ പാർട്ടിയിൽ മാത്രം ഒതുങ്ങില്ല, ഓരോ ജനങ്ങളിലേക്കും അല്ലെങ്കിൽ പ്രതിപക്ഷ സ്വരമുയർത്തുന്നവരിലേക്കൊക്കെ എത്തുമെന്നുള്ളൊരു ആശങ്ക അവിടെ നിൽക്കുമ്പോൾ അത് ആ രൂപത്തിൽ ജനം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ മാറ്റം ഉണ്ടാകൂ എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. Meet the editors.